പാവനാടകം വീട്. കാക്ക കരയുന്നുണ്ടല്ലോ. എന്തിനാ മുത്തശ്ശി കാക്ക വെറുതെ കാ കാ എന്ന് കരയുന്നത്? മീനുമോളെ, കാക്കയ്ക്ക് വിശക്കുന്നുണ്ടാകും. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയാൽ അതും കൊണ്ട് പറന്നു പൊയ്ക്കോളും. കാക്ക പറന്ന് പറന്ന് എവിടെയാണ് പോകുന്നത്? കാക്കയുടെ വീട്ടിലേക്കാണ് കാക്ക പറന്നു പോകുന്നത്. അവിടെ ആരൊക്കെയുണ്ട് മുത്തശ്ശി? കാക്കയുടെ വീട്ടിൽ കുഞ്ഞു കാക്കകൾ ഉണ്ടാകും. അമ്മ കാക്കയും അച്ഛൻ കാക്കയും ഉണ്ടാകും. കാക്കയുടെ വീട് എവിടെയാണ് മുത്തശ്ശി? കാക്കയുടെ വീട് ഉയരമുള്ള മരത്തിൻ്റെ കൊമ്പിലായിരിക്കും. ഇല്ലെങ്കിൽ ആരെങ്കിലും കൂട് നശിപ്പിക്കും. ഇന്നാളൊരിക്കൽ അമ്മയുടെ ചൂലിലെ ഈർക്കിൽ മുഴുവൻ കാക്ക കൊണ്ടുപോയി എന്ന് അമ്മ പറഞ്ഞു. അത് കാക്കയ്ക്ക് കൂടുണ്ടാക്കാനാണ്. ചകിരിയും ഇലകളും കമ്പുകളും ഒക്കെ കാക്ക കൂട് കെട്ടാൻ ഉപയോഗിക്കും. എന്നിട്ട് ആ കൂട്ടിൽ കാക്ക മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കും. അവർക്ക് കൊടുക്കാനാണ് കാക്ക അപ്പം കൊത്തിക്കൊണ്ട് പോകുന്നത്. ഹായ് തത്ത, നല്ല പച്ച നിറം. മുത്തശ്ശി ഈ തത്തയ്ക്ക് വീടില്ലേ? തത്തയ്ക്കും വീടുണ്ട്. കാക്കയെ പോലെ മരക്കൊമ്പിലല്ല, മരപ്പൊത്തിലാണ് കൂടുണ്ടാക്കുന്നത്. മുത്തശ്ശി, തത്ത എന്തൊക്കെയാ തിന്നുന്നത്? മോളെ, തത്ത നെല്ലും പയറും പഴങ്ങളും ഒക്കെ തിന്നും. മുത്തശ്ശി പറഞ്ഞത് ശരിയാ. മീനുമോളെ, ഞാൻ എൻ്റെ കൂട്ടിലേക്ക് പോട്ടെ. എല്ലാവർക്കും വീടുണ്ടോ മുത്തശ്ശി? അതേ മോളെ, എല്ലാവർക്കും വീടുണ്ട്. ഏതൊക്കെയാണ് മുത്തശ്ശി? മനുഷ്യന്മാർ ഓല, ഓട്, ഷീറ്റ്, പുല്ല്, ടെറസ് വീടുകളിൽ താമസിക്കും. പക്ഷികളും മൃഗങ്ങളും മരത്തിലും മാളത്തിലും മനുഷ്യരുണ്ടാക്കുന്ന കൂടുകളിലും താമസിക്കും. മോള് കണ്ടിട്ടില്ലേ പശുവിനെ തൊഴുത്തിലും കോഴിയെയും പട്ടിയെയും കൂട്ടിലും വളർത്തുന്നത്? ആ ശരിയാ. ഈ വീടൊക്കെ എന്തിനാ മുത്തശ്ശി? മഴയും വെയിലുമേറ്റ് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുമാണ് നമുക്ക് വീട്. മുത്തശ്ശി, മഴ വരുന്നു. നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം. ഓടാതെ മക്കളെ, മുത്തശ്ശിയുടെ കൈ പിടിച്ച് നടക്ക്.